സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെ സംബന്ധിച്ചുള്ള ചർച്ച മന്ത്രി വീണ ജോർജുമായുള്ള ചർച്ച ഇന്ന് പൂർത്തിയായില്ല. ചർച്ച പൂർണ്ണ പരാജയമെന്ന് പറയാനുള്ള ഘട്ടം എത്തിയിട്ടില്ല. വെള്ളിയാഴ്ച നാളെയും ചർച്ച തുടരും എന്നാണ് സമരസമിതിയും സർക്കാരും അറിയിച്ചിട്ടുള്ളത്. ഇന്ന് സംഭവിച്ച ചില കാര്യങ്ങൾ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരസമിതി നേതാക്കളോടൊപ്പം CITU, INTUC തുടങ്ങിയ ട്രേഡ് യൂണിയൻ, കാരണം ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർ അംഗങ്ങളായിട്ടുള്ളത് CITUവിന് കീഴിലുള്ള യൂണിയനിലും INTUCയുടെ യൂണിയനിലുമാണ്. ഏതാണ്ട് 26,125 ആശാ വർക്കർമാരിൽ ഏതാണ്ട് 95% ആശാ വർക്കർമാർ അംഗങ്ങളായിട്ടുള്ളത് CITUവിലും INTUCയിലുമാണ്. അതുകൊണ്ട് തന്നെ ആ തൊഴിലാളി സംഘടനകളുടെ നേതാക്കളുമായിട്ട് സർക്കാർ ചർച്ച നടത്തി. അതോടൊപ്പം സമരസം ചെയ്യുന്ന SUCയുടെ നേതൃത്വത്തിലുള്ള സമരസമിതിയുമായിട്ടും ചർച്ച നടത്തി. സർക്കാർ വെച്ച നിർദ്ദേശം ഒരു ഉന്നതാധികാര കമ്മീഷനെ വയ്ക്കുക, ഒരു IAS ഓഫീസർ, സീനിയർ IAS ഓഫീസറുടെ നേതൃത്വത്തിൽ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു ഉന്നതാധികാര സമിതിയെ വയ്ക്കുക. ആ സമിതി വിശദമായിട്ട് പഠിച്ചിട്ടൊരു റിപ്പോർട്ട് നൽകുക. ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ അനുകൂലമായ നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത CITU, INTUC നേതാക്കളും സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇപ്പോഴുള്ള ഓണറേറിയം കൂട്ടണം. അക്കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ ഇത്രയും നാൾ വിട്ടുവീഴ്ചയൊന്നും ചെയ്യാതിരുന്ന SUC സമരസമിതി നേതാക്കൾ ഇന്നത്തെ ചർച്ചയിൽ അല്പം താഴേക്ക് വന്നത് നമുക്ക് കാണാനിടയായി. കാരണം അവരൊരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും സമരം തീർക്കുക, അവർക്ക് മാനം രക്ഷിക്കുകയും വേണം എന്നൊരു ഘട്ടത്തിൽ അവർ 3000 രൂപയെങ്കിലും കൂട്ടിത്തന്നാൽ ഞങ്ങൾ സമരം പിൻവലിക്കാമെന്നും ഉന്നതാധികാര കമ്മീഷൻ വെച്ചിട്ട് അതിൻ്റെ പഠന റിപ്പോർട്ട് നടപ്പാക്കുന്ന പ്രകാരം ഞങ്ങൾ അതുമായിട്ട് യോജിക്കാമെന്നും ഒരു നിർദ്ദേശം സമരസമിതി നേതാക്കൾ വച്ചെങ്കിലും ഒരുപടി അവർ താഴേക്ക് വന്നു. നേരത്തെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് 21,000 വരെ കൂട്ടണം, 7,000 5 ലക്ഷം വിരമിക്കൽ ആനുകൂല്യം കിട്ടണം, അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ലാതെ സമരം പിൻവലിക്കില്ല എന്ന് പറഞ്ഞവർ ഇന്ന് 7,000 3,000 കൂടെ കൂട്ടി 10,000 ആക്കിയാൽ ഞങ്ങൾ തൽക്കാലം സമരം പിൻവലിക്കാം, പിന്നെ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ എന്ന ഘട്ടത്തിലേക്ക് വന്നെങ്കിലും സർക്കാർ ഒരു പൊതു നിലപാട് സ്വീകരിക്കാൻ കാരണം അതിനോട് സർക്കാർ യോജിച്ചില്ല. കാരണം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന അംഗൻവാടി ജീവനക്കാർ, INTUCയുടെ നേതൃത്വത്തിൽ തന്നെ സമരം ചെയ്തുകൊണ്ടിരുന്ന അംഗൻവാടി ജീവനക്കാർ അവർ ഇന്ന് സമരം പിൻവലിച്ചു സർക്കാരുമായിട്ടുള്ള ചർച്ചയെ തുടർന്ന്. അതിലെ വ്യവസ്ഥകൾ 10 ദിവസത്തിനുള്ളിൽ ഇതേപോലെ ഒരു കമ്മീഷനെ, ഒരു സമിതിയെ നിയോഗിക്കും. അംഗൻവാടി ടീച്ചർമാരുടെ കാര്യത്തിൽ അവർ ഈ കമ്മീഷൻ 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിന്മേൽ അനുകൂലമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുക എന്ന നിർദ്ദേശം മാനിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിലെ അംഗൻവാടി ജീവനക്കാർ അവരുടെ സമരം അവസാനിപ്പിച്ചു. INTUCയുടെ നേതൃത്വത്തിലുള്ളതാണ്, CITU അല്ല, നമ്മൾ ആലോചിക്കുക. അപ്പോൾ അതേ ഒരു ഫോർമുലയാണ് ഈ ആശാവർക്കർമാരുടെ സമരത്തിലും സർക്കാർ ഇന്ന് സ്വീകരിച്ചത്. അപ്പൊ ഇനിയിപ്പോ SUC സമരസമിതിയുടെ മുമ്പിലുള്ള പോംവഴികൾ എന്തൊക്കെയാണ്? പോംവഴികൾ അവർക്ക് ചെയ്യാവുന്നത് ഇപ്പൊ അംഗനവാടി ജീവനക്കാർ സമരം പിൻവലിച്ച പോലെ സർക്കാരിന്റെ ഉറപ്പ് മാനിച്ചുകൊണ്ട് കുറച്ച് നാളത്തേക്ക് സമരം സസ്പെൻഡ് ചെയ്യുക. പിൻവലിക്കുക എന്ന് പറയുമ്പോൾ സസ്പെൻഡ് ചെയ്യുക. സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ വീണ്ടും സമരം ചെയ്യാൻ അവർക്ക് തയ്യാറാവാം. പക്ഷെ സർക്കാരിൻ്റെ ആത്മാർത്ഥമായ ഒരു നടപടി എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തായാലും ഇത് കൂട്ടണം, ഓണറേറിയം കൂട്ടണം, പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇൻസെൻറ്റീവ് കൂട്ടണം. ഈ സമരത്തിന് പറ്റിയ പാളിച്ച എന്താണ്? ഇതാണ് പറ്റിയ പാളിച്ച. SUCയുടെ നേതൃത്വത്തിൽ ഒരു സമര അജണ്ട നിശ്ചയിച്ചു. കുറെ ആശാവർക്കർമാരെ അതിൻ്റെ കൂടെ നിർത്തി സമരമിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരു സമരം തുടങ്ങാൻ എളുപ്പമാണ്, അത് പിൻവലിക്കാൻ 101 വട്ടം നമ്മൾ ശ്രമിക്കേണ്ടി വരും. പിൻവലിക്കൽ അത്ര എളുപ്പമല്ല. മാനം കാത്ത് സമരം പിൻവലിക്കണം. മാനം കാക്കാനുള്ള എന്തെങ്കിലും ഉറപ്പുകൾ നടപ്പാക്കി കിട്ടണം. അതിനാണ് ഇന്ന് SUCയുടെ സമരസമിതി 7,000 10,000 ആക്കുക, 3,000 കൂടെ കൂട്ടി ഞങ്ങൾ സമരം പിൻവലിക്കാമെന്ന് പറയേണ്ടി വന്നു. അത് സൂചിപ്പിക്കുന്നത് ഈ ആശാസമരം സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നൊരു ബോധ്യം SUCക്കും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ സമരം വിജയിപ്പിക്കാൻ ഒരു ഇടതുപക്ഷ ബുദ്ധിജീവികളും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉള്ള ഒരു കൂട്ടായ്മ, അവർ CPIMനും പിണറായി സർക്കാരിനും എതിരാണെങ്കിലും ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഈ സമരത്തെ സഹായിക്കാൻ ഒരു സഹായ സമിതി രൂപീകരിക്കാൻ അവർ മുന്നോട്ട് വന്നെങ്കിലും അങ്ങനെ ഒരു സമിതിയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവരെ കൂടെ അപമാനിച്ചു വിട്ടതാണ് SUC നേതാക്കൾ ചെയ്ത പണി.
അതുകൊണ്ട് അവർക്ക് വ്യവസ്ഥാപിതമായിട്ടൊരു സമരസഹായ സമിതി പോലും രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. അവരും അവസാനം അത് രൂപീകരിക്കാതെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് അവരവരുടെ കാര്യത്തിന് പോയി. അപ്പം അവരെയും വെറുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്കങ്ങ് ചെയ്തോളാം സൂസിയുടെ നേതൃത്വത്തിൽ എന്ന് പറയുന്നത്. മിനിയുടെ ഭർത്താവും പിന്നെ ബിന്ദുവും അങ്ങനെ 4-5 പേര് സമരം ചെയ്യുകയാണ്. ചെയ്യട്ടെ, സമരം ചെയ്ത് വിജയിപ്പിക്കട്ടെ, അല്ലാതെ ഇപ്പോൾ വേറെ എന്തെങ്കിലും പറയാനാണ്. എടുത്തു ചാടിയ ആശാവർക്കർമാരും ചിന്തിക്കുക, നാളെ കൂടെ സമയമുണ്ട്. ഈ അങ്കണവാടി ടീച്ചർമാരുടെ കാര്യത്തിൽ ഇങ്ങനൊരു സമിതിയും കമ്മീഷനും ഉന്നതാധികാര കമ്മീഷനും 90 ദിവസവും ആകാമെങ്കിൽ സൂസിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് സമരം നടത്തുന്ന അവർക്കും ഇങ്ങനെ ഒരു മാന്യമായ ഒത്തുതീർപ്പിലേക്ക് പോകാൻ കഴിയും. നാളെ കൂടെ അതിന് സമയമുണ്ട്, വെള്ളിയാഴ്ച കൂടി. അതും നടക്കുന്നില്ലെങ്കിൽ സമരമായിട്ട് അനന്തമായിട്ട് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇരിക്കുക. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഇതൊക്കെ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. എന്തായാലും നമുക്ക് പറയാനുള്ളത്, ഇപ്പം ഇന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ആശാവർക്കർമാരുടെ വേതനം കൂട്ടണം എന്നതിനെയാണ് ഞങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ നിലപാട്. പക്ഷെ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. എടുത്തുചാടി സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റം പറയാതെ സംസ്ഥാന സർക്കാരിനെ മാത്രം പ്രതിക്കൂട്ടിലാക്കിയിട്ടൊരു സമരത്തിന് ഇറങ്ങിയപ്പോൾ ആ സമരം ഉദ്ദേശശുദ്ധിയെ ജനങ്ങൾ സംശയിച്ചെങ്കിൽ അവരെ കുറ്റപ്പെടുത്തരുത്. ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും സമയമുണ്ട്, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ഇനിയും സമയമുണ്ട്. ഒരു സമരം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഒരു ഗൃഹപാഠം അല്ലെ ഒരു നോട്ട് ബുക്കായിട്ട് സൂസി സമരത്തെ എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു സമരം ഒരു മോഡലാണ്, ഒരു മാതൃകയാണ് ഇങ്ങനെ ഒരു സമരം ചെയ്യുക. ഈ സമരം ആ ഗണത്തിൽ പെടുന്നില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.